ഈ ഖത്തർ വഴിയുള്ള എണ്ണയുടെ ഗതാഗതവും യഥാർത്ഥത്തിൽ പ്രശ്നമാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഖത്തറിൽ നിന്ന് അൻവർ പാലേരി കൂടി നമുക്കൊപ്പം ചേർന്നു. അതുപോലെ ബഹറിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായി വാർത്തകൾ വരുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ വാർത്തയാകുന്നു. ഈ അവസരത്തിൽ ഖത്തറിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി അൻവർ പാലേരി തത്സമയം ചേർന്നു. അൻവർ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. അൻവർ, ശരിക്കും ഈ ഖത്തറിൽ ഇങ്ങനെ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ടോ? ബഹ്റിൻ അടുത്ത് കിടക്കുന്ന രാജ്യമാണ്. ബഹ്റിലെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? തീർച്ചയായും ഇറാനുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന 3 രാജ്യങ്ങളാണ്. ഏറ്റവും തൊട്ടടുത്ത് കുവൈത്ത്, അത് കഴിഞ്ഞാൽ ബഹ്റൈൻ, പിന്നീട് ഖത്തറാണ്. ഖത്തറിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക നട്ടെല്ല് എന്ന് പറയുന്നത് പ്രകൃതിവാതക കയറ്റുമതിയാണ്. ഇന്ത്യയിലേക്ക് ഉൾപ്പെടെ പ്രകൃതിവാതകം കയറ്റി അയക്കുന്നതിൽ വലിയൊരു പങ്കും ഖത്തറിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഹോർമുസ് കടലിടുക്ക് ഇത്തരത്തിൽ അവിടെ ഒരു നിരോധനം വരുന്നത് വലിയ രീതിയിൽ ഖത്തറിനെ ബാധിക്കുമെന്ന് ഉറപ്പാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, പ്രകൃതിവാതക കയറ്റുമതി മാത്രമല്ല, ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് മറ്റു സാധനങ്ങൾ, ഭക്ഷ്യസാധനങ്ങൾ ഉൾപ്പെടെ വരേണ്ടത് കപ്പൽ മാർഗം വരുന്നത് ഏറ്റവും കൂടുതൽ കപ്പൽ മാർഗമാണ്. ഈ മാർഗം തന്നെയാണ് വരുന്നത്. വിമാനമാർഗം ചരക്കുകൾ എത്തിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അത് ഗൾഫ് രാജ്യങ്ങളിൽ വലിയ വിലക്കയറ്റത്തിന് കാരണമാകും എന്നുള്ളത് കൂടി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമുക്കറിയാം, 2017 ഖത്തറിനെതിരെ ഗൾഫ് രാജ്യങ്ങൾ ഉപരോധം പ്രഖ്യാപിച്ചപ്പോൾ അത് വലിയ രീതിയിൽ ഖത്തറിലെ ജനങ്ങൾ അനുഭവിച്ചതാണ്. പക്ഷേ അന്ന് ഇറാനെ പോലുള്ള ചില രാജ്യങ്ങൾ, ഇറാനും ഇന്ത്യയും അടക്കം വലിയ രീതിയിൽ, ഇറാനും ഇന്ത്യയും തുർക്കിയും ഒക്കെ വലിയ രീതിയിൽ സഹകരിച്ചത് കൊണ്ടാണ് അന്ന് ഖത്തറിന് വലിയ കോട്ടമില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റിയത്. എന്നാൽ അതിനുശേഷം ഈ 2017 ഉപരോധത്തിന് ശേഷം ഖത്തർ ഭക്ഷ്യോൽപാദനത്തിൽ ഏറെക്കുറെ സ്വയം പര്യാപ്തത കൈവരിച്ചിട്ടുണ്ട്. എങ്കിൽ കൂടി നിർമ്മാണ മേഖലയിൽ അതുപോലുള്ള മറ്റ് നിർമ്മാണ വസ്തുക്കളും ഭക്ഷ്യവസ്തുക്കളിൽ തന്നെ വലിയൊരു ഭാഗവും കപ്പൽ വഴിയാണ് ഖത്തറിലേക്ക് എത്തുന്നത്. ഇത് മുഴുവൻ വിമാനം വഴി കൊണ്ടുവരേണ്ട ഒരവസ്ഥയുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഖത്തറിൽ മാത്രമല്ല മറ്റു ഗൾഫ് രാജ്യങ്ങളിലും വലിയ തരത്തിലുള്ള വിലക്കയറ്റം ഉണ്ടാകും. പിന്നെ എസ്കെൻ പറഞ്ഞതുപോലെ സുരക്ഷാ കാര്യങ്ങളാണെങ്കിൽ ഖത്തറിൽ ഇതുവരെ പ്രത്യക്ഷമായി അത്തരത്തിലുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ബഹ്റൈനാണ് ആദ്യമായി അത്തരത്തിലുള്ള ഒരു സുരക്ഷാ നടപടികളിലേക്ക് നീങ്ങിയത്. ആദ്യം സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഴുവൻ ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറി. ഇത് വലിയൊരു പ്രശ്നമുണ്ടാക്കുന്ന കാര്യമല്ല. കാരണം 2 ദിവസം കഴിഞ്ഞാൽ ബഹ്റൈനിൽ അവധി തുടങ്ങുകയാണ്, സ്കൂളുകളുടെ അവധിക്കാലം തുടങ്ങുകയാണ്. പിന്നീട് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ മുഴുവൻ ഓൺലൈൻ വഴി വർക്ക് ഫ്രം ഹോം എന്ന സംവിധാനത്തിലേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൊട്ടു പിന്നാലെ കുവൈത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്, കുവൈത്തിലെ പ്രധാന സർക്കാർ സ്ഥാപനങ്ങൾ, സമുച്ചയങ്ങളെല്ലാം ഷെൽട്ടർ സംവിധാനം ഒരുക്കുന്നു എന്നുള്ള ഒരു വിവരം കൂടി വന്നിട്ടുണ്ട്. അത് ധനകാര്യ മന്ത്രാലയമാണ്, കുവൈത്ത് ധനകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. എന്നാൽ ഖത്തറിൽ അത്തരത്തിലുള്ള സുരക്ഷാ മുന്നൊരുക്കങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഓക്കെ, താങ്ക് യു അൻവർ പാലേരി.